നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 2025 ജാനുവരി മാസത്തെ ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള ഒരു വാർത്താ വിവരണമാണ്. അതിൽ 2025 ജനുവരിയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിപ്പബ്ലിക് ദിനം ആയിരുന്നു. 2025 ജനുവരി 26 നമ്മൾ ആഘോഷിച്ചത് ഇന്ത്യയുടെ 26ാമത് റിപ്പബ്ലിക് ദിനമാണ് ആചരിച്ചത്. എല്ലാ വർഷവും ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായി ആചരിച്ചു വരുന്നു. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായി ക്ഷണിക്കപ്പെട്ടെത്തിയത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ ആയിരുന്നു. പ്രബോവോ സുബിയാന്തോ ആണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ്. അദ്ദേഹമായിരുന്നു 2025 റിപ്പബ്ലിക് ദിന ആഘോഷത്തിൻ്റെ മുഖ്യ അതിഥിയായി എത്തിയത്. 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം സുവർണ ഭാരത് പൈതൃകവും വികസനവും എന്നതായിരുന്നു. 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം സുവർണ ഭാരതം പൈതൃകവും വികസനവും എന്നതായിരുന്നു. 2025 റിപ്പബ്ലിക് ദിനത്തിൽ 5 മലയാളികൾക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ 5 മലയാളികൾക്കാണ് പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത്. 2025 മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയാണ് MT വാസുദേവൻ നായർ. 2025 മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളിയാണ് MT വാസുദേവൻ നായർ. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് PR ശ്രീജേഷ്. ഇദ്ദേഹം മുൻ ഇന്ത്യൻ ഹോക്കി താരവും ക്യാപ്റ്റനുമായിരുന്നു. ജോസ് ചാക്കോ പെരിയവരും. ഇദ്ദേഹം ഹൃദ്രോഗ വിദഗ്ധൻ ആണ്. 2025 പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് മുൻ ഇന്ത്യൻ ഹോക്കി താരവും ക്യാപ്റ്റനുമായിരുന്ന PR ശ്രീജേഷ്. ജോസ് ചാക്കോ പെരിയവരും ഹൃദ്രോഗ വിദഗ്ധനായിരുന്നു ഇദ്ദേഹം. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ കർണാടക സംഗീതജ്ഞ ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, ഫുട്ബോൾ താരം IM വിജയൻ എന്നിവരാണ്. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികളാണ് ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, കർണാടക സംഗീതജ്ഞയാണ് ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, ഫുട്ബോൾ താരമായ IM വിജയനാണ് മറ്റൊരു വ്യക്തി. മഹാത്മാഗാന്ധിയുടെ എത്രാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2025 ആചരിച്ചത് എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ്. മഹാത്മാഗാന്ധിയുടെ 78ാമത് രക്തസാക്ഷിത്വ ദിനമാണ് 2025 ആചരിച്ചത്. 1948 ജനുവരി 30 നാഥൂറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത്. 1948 ജനുവരി 30 നാഥൂറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് ഗാന്ധിജി കൊല്ലപ്പെട്ടത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഏകീകൃത സിവിൽ കോഡ് അഥവാ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം ഹണി വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ്. ഇത് സത്താറ ജില്ലയിലാണ്. ഗ്രാമത്തിൻ്റെ പേര് മൻഗഡ് എന്നാണ്. മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലുള്ള മൻഗഡ് ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേൻ ഗ്രാമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവിൻ്റെ പേരാണ് വിക്ടർ ആക്സൽസൻ, ഡെൻമാർക്ക്. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവാണ് വിക്ടർ ആക്സൽസൻ. ഇദ്ദേഹം ഡെൻമാർക്ക് സ്വദേശിയാണ്. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ദക്ഷിണ കൊറിയക്കാരിയായ അൻ സെ യങ് ആണ്. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ഡെൻമാർക്ക് സ്വദേശിയായ വിക്ടർ ആക്സൽസെന്നും 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് അൻ സെ യങ് ദക്ഷിണ കൊറിയക്കാരിയായ അൻ സെ യങ്ങും ആണ്. തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് സാഹിത്യകാരനായ വൈശാഖൻ. തിരൂർ തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് സാഹിത്യകാരനായ വൈശാഖൻ. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് മാഡിസൺ കീസ് ആണ്. അമേരിക്ക സ്വദേശിയാണ് മാഡിസൺ കീസ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവിൻ്റെ പേരാണ് മാഡിസൺ കീസ്. അമേരിക്കൻ സ്വദേശിയാണ് മാഡിസൺ കീസ്.
2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവാണ് യാനിക് സിന്നർ. ഇറ്റാലിയൻ സ്വദേശിയാണ് യാനിക് സിന്നർ. കേരളത്തിലെ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരാണ് കവചം. കേരളത്തിലെ ദുരന്ത മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരാണ് കവചം. കവചം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് 2025 ജാനുവരി 21-നാണ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടി 2025 വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ 2025 വേദി തിരുവനന്തപുരം ജില്ലയാണ്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരമാണ് അബുദാബി. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരമാണ് അബുദാബി. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കാനുള്ള കുടുംബശ്രീ പദ്ധതിയുടെ പേരാണ് വേനൽ മധുരം. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ ഒരുക്കിയിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് വേനൽ മധുരം. 2025 ജാനുവരിയിൽ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ച മലയാളി സ്കൈ ഡൈവറുടെ പേരാണ് ജിതിൻ വിജയൻ. 2025 ജാനുവരിയിൽ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ച മലയാളി സ്കൈ ഡൈവറുടെ പേരാണ് ജിതിൻ വിജയൻ. അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നാണ് 2025 ജാനുവരിയിൽ അമേരിക്ക പിന്മാറിയത് എന്നത് സുപ്രധാനമായ ഒരു ചോദ്യമാണ്. ലോക ആരോഗ്യ സംഘടനയിൽ നിന്നുമാണ് അമേരിക്ക പിന്മാറിയത്. അമേരിക്ക പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ലോക ആരോഗ്യ സംഘടനയിൽ നിന്നാണ് പിന്മാറിയത്. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി കൊച്ചിയാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയുടെ പേര് എയർ കേരള എന്നാണ്. ഇതിൻ്റെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് കൊച്ചിയാണ്. ISROയുടെ കീഴിലുള്ള തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് M. മോഹൻ. ISROയുടെ കീഴിലുള്ള തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻ്ററിൻ്റെ പുതിയ ഡയറക്ടറുടെ പേരാണ് M. മോഹൻ. 2024-25 കാലഘട്ടത്തിൽ വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടകയാണ്. 2024-25 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് കർണാടകയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം NVS-02 ആണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണമാണ് NVS-02. വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് GSLV F-15. വിക്ഷേപണ തീയതി 2025 ജാനുവരി 29. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണമാണ് NVS-02. വിക്ഷേപണ വാഹനം GSLV F-15. വിക്ഷേപണ തീയതി 2025 ജാനുവരി 29. സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ നടത്തുന്നു. അതിൻ്റെ പേരാണ് അശ്വമേധം എന്നത്. സമൂഹത്തിലെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് അശ്വമേധമെന്നാണ്. അശ്വമേധം എന്നത് കുഷ്ഠരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിനാണ്. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയാണ് മൈക്കൽ മാർട്ടിൻ. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് മൈക്കൽ മാർട്ടിൻ. 2025 100ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് രാജ രാമണ്ണ. 2025 100ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് രാജ രാമണ്ണ. 1925 ജാനുവരി 28 രാജ രാമണ്ണയുടെ ജന്മദിനം ആചരിക്കുന്നു. 2025 100ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരാണ് രാജ രാമണ്ണ. 1925 ജനുവരി 28 രാജ രാമണ്ണയുടെ ജന്മദിനം. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജ രാമണ്ണയാണ്. 2025 ജാനുവരി അന്തരിച്ച പ്രശസ്ത ഹൃദയരോഗ വിദഗ്ധൻ്റെ പേരാണ് ഡോക്ടർ KM ചെറിയാൻ. 2025 ജാനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാണ് ഡോക്ടർ KM ചെറിയാൻ. സാംസ്കാരിക പൈതൃകവും അതിൻ്റെ പ്രാധാന്യവും
പാങ്സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ 2025 നടക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. സാംസ്കാരിക പൈതൃകവും അതിൻ്റെ പ്രാധാന്യവും ആഘോഷിക്കുന്ന പാങ്സൗ പാസ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ 2025 നടക്കുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ പേരാണ് പ്രേമ ഖണ്ഡു എന്നുള്ളതാണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ പേര്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ്. 54ാമത് ഓടക്കുഴൽ പുരസ്കാരമായിരുന്നു കെ അരവിന്ദാക്ഷന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കൃതി ഗോപ ആയിരുന്നു. ഗോപ ഒരു നോവലാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി. പ്രഥമ ഖോ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് തേജസ് താര. ഇത് 2 ചെറിയ മാനുകളാണ്. 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി. ഇതിൻ്റെ ഭാഗ്യചിഹ്നമാണ് തേജസ്സും താരയും. ഇത് ചെറു മാനുകളാണ്. കേരള കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകൻ്റെ പേരാണ് RLV രാമകൃഷ്ണൻ. കേരള കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകനാണ് RLV രാമകൃഷ്ണൻ. കലാഭവൻ മണിയുടെ സഹോദരനാണ് RLV രാമകൃഷ്ണൻ. കാട്ടുതീ വ്യാപനം നേരിടുന്നതിനെ തുടർന്ന് പ്രാദേശിക ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട അമേരിക്കൻ സംസ്ഥാനമാണ് കാലിഫോർണിയ. ഇത് ലോസ് ഏഞ്ചൽസിലാണ്. കാട്ടുതീ വ്യാപനം നേരിടുന്നതിനെ തുടർന്ന് പ്രാദേശിക ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട അമേരിക്കൻ സംസ്ഥാനമാണ് കാലിഫോർണിയ. ഇത് ലോസ് ഏഞ്ചൽസിലാണ് ഉള്ളത്. ലോസ് ഏഞ്ചൽസിൽ പടരുന്ന കാട്ടുതീയുടെ തീവ്രത വർദ്ധിപ്പിച്ച കാറ്റിൻ്റെ പേരാണ് സാന്റ അന. ലോസ് ഏഞ്ചൽസിൽ പടരുന്ന കാട്ടുതീയുടെ തീവ്രത വർദ്ധിപ്പിച്ച കാറ്റിൻ്റെ പേരാണ് സാന്റ അന. ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയിരിക്കുന്ന ആത്മകഥയുടെ പേരാണ് ഹോപ്പ്. ഹോപ്പ് എന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ്. റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളിൽ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. റിപ്പബ്ലിക് ദിനത്തിൽ ഇനി മുതൽ സ്കൂളുകളിൽ പ്രവൃത്തി ദിനമാക്കുവാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 2025 ഫെബ്രുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര എനർജി ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. 2025 ഫെബ്രുവരിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര എനർജി ഫെസ്റ്റിവലിന് വേദിയാകുന്നത് തിരുവനന്തപുരമാണ്. 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. 2025 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തിയ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ തീരദേശ പക്ഷികളുടെ സെൻസസ് നടത്തിയ ആദ്യ സംസ്ഥാനമാണ് ഗുജറാത്ത്. വിദ്യാർത്ഥികളുടെ ഹാജർ, അക്കാദമിക് പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പിൻ്റെ പേരാണ് സമ്പൂർണ്ണ പ്ലസ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ ഹാജർ, അക്കാദമിക് പുരോഗതി, പാഠ്യേതര പ്രവർത്തനങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ ആപ്പ് അതാണ് സമ്പൂർണ്ണ പ്ലസ് എന്നത്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണത്താണ്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് കീഴിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് വിശാഖപട്ടണത്താണ്. പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിലെത്തിക്കുവാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. പ്ലാസ്റ്റിക് ബോട്ടിലിന് പകരം ഹരിത കുപ്പികളിൽ വെള്ളം വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് ബേപ്പൂരാണ്. 2025 അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവലിന് വേദിയായത് ബേപ്പൂരാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിന് വേദിയായത് കൊല്ലം ജില്ലയാണ്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 6ാമത് സംസ്ഥാനതല ബഡ്സ് കലോത്സവത്തിന് വേദിയായത് കൊല്ലം ജില്ലയാണ്. കിരീടം നേടിയത് വയനാടാണ്. 2023 മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. 2023 മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി കരസ്ഥമാക്കിയത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. 2ാം സ്ഥാനത്തുള്ളത് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനാണ്. കൊച്ചിയിലാണ് മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഉള്ളത്. ഡ്രോണുകളെ പ്രതിരോധിക്കുവാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈലിൻ്റെ പേരാണ് ഭാർഗവാസ്ത്രം എന്നത്. ഡ്രോണുകളെ പ്രതിരോധിക്കുവാൻ രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ മൈക്രോ മിസൈലിൻ്റെ പേരാണ് ഭാർഗവാസ്ത്രം. ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം നിലവിൽ വന്നത് തെലങ്കാനയായ നിസാമാബാദിലാണ്.
ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം നിലവിൽ വന്നത് നിസാമാബാദിലെ തെലങ്കാനയിലുള്ള നിസാമാബാദിലാണ്. ചന്ദൂബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് അസം. ചന്ദൂബി ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് ആസം. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് NPS വാത്സല്യ എന്നത്. രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ചു കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് NPS വാത്സല്യ. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്യാലറി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്യാലറി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചതിൻ്റെ 150ാമത് വാർഷികം 2025 ആഘോഷിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ഗ്യാലറി ആരംഭിച്ചത് കൊൽക്കത്തയിലാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചതിൻ്റെ 150ാമത് വാർഷികം 2025 ആഘോഷിച്ചു. പരാക്രം ദിവസ് അഥവാ ദേശപ്രേം ദിവസ് ജാനുവരി 23 ആചരിക്കുന്നത്. പരാക്രം ദിവസ് അഥവാ ദേശപ്രേം ദിവസ് ആചരിക്കുന്നത് ജാനുവരി 23 സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് പരാക്രം ദിവസ് ആയി ആഘോഷിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് പരാക്രം ദിവസായി ആഘോഷിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മദിനമാണ് ജാനുവരി 23. സുഭാഷ് ചന്ദ്രബോസ് ജനിച്ചത് 1897 ജാനുവരി 23 38ാമത് ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിൻ്റെ പതാക ഏന്തുന്നത് PS ജീനയാണ്. ബാസ്കറ്റ്ബോൾ താരമാണ് PS ജീന. വെനിസ്വേലയുടെ പ്രസിഡന്റായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോളാസ് മഡുറോ ആണ്. വെനിസ്വേലയുടെ പ്രസിഡന്റായി 3ാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് നിക്കോളാസ് മഡുറോയാണ്. ഹ്യൂഗോ ഷാവേസിൻ്റെ പിൻഗാമിയായിട്ടാണ് നിക്കോളാസ് മഡുറോ വെനിസ്വേലയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. 2025 ജനുവരിയിൽ സ്ഫോടനമുണ്ടായ മൗണ്ട് അബു എന്ന സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. 2025 ജനുവരിയിൽ സ്ഫോടനമുണ്ടായ മൗണ്ട് അബു എന്ന സജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. എന്നാൽ മൗണ്ട് അബു എന്നത് ആരവല്ലിയിലെ ഉയരം കൂടിയ കൊടുമുടിയുടെയും പേര് തന്നെയാണ്. അത് പക്ഷേ അഗ്നിപർവ്വതം അല്ല, അത് ഇന്ത്യയിലെ രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2024 അതായത് കഴിഞ്ഞ വർഷം ജാവലിൻ ത്രോയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരമായി അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് തിരഞ്ഞെടുത്തത് നീരജ് ചോപ്രയെ ആണ്. 2024 അഥവാ കഴിഞ്ഞ വർഷത്തെ ജാവലിൻ ത്രോയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരമായി അമേരിക്കൻ മാഗസിൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് ന്യൂസ് തിരഞ്ഞെടുത്തത് നീരജ് ചോപ്രയെയാണ്. ലോഹ്രി നാടോടി ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. പഞ്ചാബിലെ ഒരു പ്രാദേശിക ഉത്സവത്തിൻ്റെ പേരാണ് ലോഹ്രി. ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നത്. ISROയുടെ 11ാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ. ജനുവരി 13 പുതുവത്സരം ആഘോഷിക്കുന്ന പ്രദേശമാണ് ഫൗള ദ്വീപ്. ജനുവരി 13 പുതുവത്സരം ആഘോഷിക്കുന്ന പ്രദേശമാണ് ഫൗള ദ്വീപ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായത് അൻഷു ബോബി ജോർജാണ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്ലറ്റ്സ് കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായത് അൻഷു ബോബി ജോർജാണ്. 2025 ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ 1ാം സ്ഥാനം നേടിയ രാജ്യമാണ് സിംഗപ്പൂർ. 2ാം സ്ഥാനം ജപ്പാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 85ാമതാണ്. ഏറ്റവും മികച്ച വില കൂടിയ പാസ്പോർട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അംഗീകാരം ലഭിക്കുന്ന പാസ്പോർട്ടാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടുന്ന പാസ്പോർട്ടുകൾ 1ാം സ്ഥാനം സിംഗപ്പൂരും 2ാം സ്ഥാനം ജപ്പാനുമാണ്. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരിയുടെ പേരാണ് കാമ്യ കാർത്തികേയൻ. 7 ഭൂഖണ്ഡങ്ങളിലെയും ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരിയാണ് കാമ്യ കാർത്തികേയൻ. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയുടെ പേരാണ് ജ്യോതി റാത്രേ. എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ ഇന്ത്യൻ വനിതയുടെ പേരാണ് ജ്യോതി റാത്രേ. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി 2025 ജനുവരിയിൽ നിയമിതയായത് ബഹദൂർ സിംഗ് സാഗു ആണ്. അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായി 2025 ജനുവരിയിൽ നിയമിതനായത് ബഹദൂർ സിംഗ് സാഗു ആണ്. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജനുവരി 12 ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്.
സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ജാനുവരി 12 ജാനുവരി 12 സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ്. 2024 നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കേരളമാണ്. 2024 നടന്ന ദേശീയ സീനിയർ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് കേരളമാണ്. ദേശീയ ഉത്സവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച വെബ്സൈറ്റിൻ്റെ പേരാണ് രാഷ്ട്രപർവ് എന്നത്. ദേശീയ ഉത്സവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്കായി പ്രതിരോധ മന്ത്രാലയം ആരംഭിച്ച വെബ്സൈറ്റാണ് രാഷ്ട്രപർവ്. വേദനയില്ലാത്ത കുത്തിവയ്പ്പുകൾക്കായി സൂചിരഹിത സിറിഞ്ചുകൾ വികസിപ്പിച്ച സ്ഥാപനമാണ് IIT ബോംബെ. വേദനയില്ലാത്ത കുത്തിവയ്പ്പുകൾക്കായി സൂചിരഹിത സിറിഞ്ചുകൾ വികസിപ്പിച്ച സ്ഥാപനമാണ് IIT ബോംബെ. ഇന്ത്യയുടെ ആദ്യത്തെ AI സംവിധാനമൊരുക്കിയ യുദ്ധക്കപ്പലിൻ്റെ പേരാണ് INS സൂററ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ AI സംവിധാനമൊരുക്കിയ യുദ്ധക്കപ്പലാണ് INS സൂററ്റ്. ആദ്യമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിലെ ഗോത്ര വിഭാഗമാണ് ജറാവ. ജറാവ ആദിവാസികളുടെ വാസസ്ഥലമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ്. ദേശാടന പക്ഷികളുടെ വരവ് ആഘോഷമാക്കി ഫ്ലമിംഗോ ഫെസ്റ്റിവൽ 2000 ജനുവരി 25 ഏത് സംസ്ഥാനത്താണ് ആഘോഷിച്ചതെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലെ ഒരു ഉത്സവമാണ് ഫ്ലമിംഗോ ഫെസ്റ്റിവൽ. ദേശാടന പക്ഷികളുടെ വരവ് ആഘോഷമാക്കുന്ന ഒരു ഉത്സവമാണ് ഫ്ലമിംഗോ ഫെസ്റ്റിവൽ. 2025 ജനുവരി 15 സ്ഥാപിതമായതിൻ്റെ 150ാമത് വാർഷികം ആഘോഷിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിതമായത് 150 വർഷങ്ങൾക്ക് മുൻപാണ്. 1875 ജനുവരി 15 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. കൃതി കവിത മാംസഭോജിയാണ് എന്നതാണ്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത് ജാനുവരി 16. ജാനുവരി 16 ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായി ആചരിക്കുന്നത്. സൂര്യൻ്റെ ബാഹ്യ അന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ മനുഷ്യ നിർമ്മിത പേടകമാണ് പാർക്കർ സോളാർ പ്രോബ്. സൂര്യൻ്റെ ബാഹ്യ അന്തരീക്ഷമായ കൊറോണയിലേക്ക് ഇറങ്ങിയ മനുഷ്യ നിർമ്മിത പേടകം ഇത് നാസയുടെ പാർക്കർ സോളാർ പ്രോബാണ്. പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ജനുവരിയിൽ ലഭിച്ച കേരളത്തിലെ ബീച്ചുകളാണ് കാപ്പാട് ബീച്ച്, ഇത് കോഴിക്കോടാണ്. രണ്ടാമത്തേത് കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചാണ്. പരിസ്ഥിതി സൗഹൃദ സുസ്ഥിര വികസന മാതൃകകൾക്ക് ലഭിക്കുന്ന അന്താരാഷ്ട്ര ബഹുമതിയായ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ 2025 ജനുവരിയിൽ ലഭിച്ച കേരളത്തിലെ ബീച്ചുകൾ കാപ്പാട് ബീച്ച് കോഴിക്കോട്, കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ച്. 2025 ജനുവരി ലെബനൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് ജോസഫ് ഔൻ. ദേശീയ കരസേനാ ദിനമായി ആചരിക്കുന്നത് ജാനുവരി 15. സ്ത്രീകൾക്ക് താമസ സ്ഥലത്ത് നിന്നു തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ യഥാസമയം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പദ്ധതിയുടെ പേരാണ് കാതോരത്ത്. സ്ത്രീകൾക്ക് താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം, പോലീസ് സഹായം എന്നിവ യഥാസമയം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പദ്ധതിയുടെ പേരാണ് കാതോരത്ത്. കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പോലീസിൻ്റെ കർമ്മ പദ്ധതിയുടെ പേരാണ് DDAD. കുട്ടികളിൽ മൊബൈൽ ഫോൺ ഉപയോഗം കൂടുന്നത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പോലീസ് പദ്ധതിയുടെ പേരാണ് DDAD. മഹാകുംഭമേളയുടെ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ UP സർക്കാർ ആരംഭിച്ച പ്രത്യേക FM റേഡിയോ ചാനലാണ് കുംഭവാണി എന്നത്. മഹാകുംഭമേളയുടെ വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കുവാൻ UP സർക്കാർ ആരംഭിച്ച പ്രത്യേക FM റേഡിയോ ചാനലാണ് കുംഭവാണി എന്നത്. ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2024 ലഭിച്ചത് ലോക ചെസ് ചാമ്പ്യൻ D ഗുഗേഷിനും ഷൂട്ടിംഗ് താരം മനോ ഭേക്കറിനും ഹോക്കി താരമായ ഹർമൻപ്രീത് സിംഗിനും പാരാ അത്ലറ്റിക് ചാമ്പ്യനായ പ്രവീൺ കുമാറിനുമാണ്. ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം 2024 ലഭിച്ചത് ലോക ചെസ് ചാമ്പ്യനായ D ഗുഗേഷിനെ, ഷൂട്ടിംഗ് താരമായ മനോ ഭേക്കറിനെ, ഹോക്കി താരമായ ഹർമൻപ്രീത് സിംഗിനെ, പാരാ അത്ലറ്റിക് ചാമ്പ്യനായ പ്രവീൺ കുമാറിനുമാണ്. 2024 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരത്തിൻ്റെ പേരാണ് സാജൻ പ്രകാശ്.
2024 അർജുന പുരസ്കാരം ലഭിച്ച മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ്. ദ്രോണാചാര്യ പുരസ്കാരം 2024 ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകനാണ് എസ് മുരളീധരൻ. ദ്രോണാചാര്യ പുരസ്കാരം 2024 ലഭിച്ച മലയാളി ബാഡ്മിൻ്റൺ പരിശീലകൻ്റെ പേരാണ് എസ് മുരളീധരൻ. 2025 ജാനുവരി ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. 2025 ജാനുവരി ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള പിന്നണി ഗായകനാണ് പി ജയചന്ദ്രൻ. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള പിന്നണി ഗായകനാണ് പി ജയചന്ദ്രൻ. പുരാവസ്തു ഗവേഷകർ അടുത്തിടെ 5000 വർഷം പഴക്കമുള്ള ജലപരിപാലന സംവിധാനം കണ്ടെത്തിയിട്ടുണ്ട്. ഇത് രാഹിഗഡി എന്ന സൈറ്റിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഹരിയാന സംസ്ഥാനത്താണ്. ഹരിയാന സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന രാഹിഗഡി എന്ന പുരാവസ്തു സൈറ്റിൽ, അതായത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ സൈറ്റിൽ, ഇവിടെ 5000 വർഷം പഴക്കമുള്ള ജലപരിപാലന സംവിധാനം കണ്ടെത്തി എന്നത് വാർത്തയായിരിക്കുകയാണ്. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ കലാ കിരീടം നേടിയ ജില്ലയാണ് തൃശ്ശൂർ. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ വിജയിയായത് തൃശ്ശൂർ ജില്ലയും 2ാം സ്ഥാനത്ത് പാലക്കാടും 3ാം സ്ഥാനത്ത് കണ്ണൂരുമായിരുന്നു. വേദി തിരുവനന്തപുരമായിരുന്നു. 2 വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള സ്പേഡക്സ് ദൗത്യം ഇന്ത്യ വിക്ഷേപിച്ചത് 2024 ഡിസംബർ 30-നാണ്. 2 വ്യത്യസ്ത ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്നതിനുള്ള സ്പേഡക്സ് ദൗത്യം ഇന്ത്യ വിക്ഷേപിച്ചത് 2024 ഡിസംബർ 30-നാണ്. വിക്ഷേപണ വാഹനം PSLV C-16. വിക്ഷേപണ വാഹനത്തിൻ്റെ പേര് PSLV C-16 എന്നായിരുന്നു. അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഡോക്കിംഗ് സംവിധാനമുള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഡോക്കിംഗ് സംവിധാനമുള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൻ്റെ വേദിയായത് ഒഡീഷയിലെ ഭുവനേശ്വറായിരുന്നു. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൻ്റെ വേദി ഒഡീഷയിലെ ഭുവനേശ്വറാണ്. 2025 പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ പ്രമേയം വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നതായിരുന്നു. 2025 പ്രവാസി ഭാരതീയ ദിവസ് പ്രമേയം വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നതായിരുന്നു. ഡയസ്പോറാസ് കോൺട്രിബ്യൂഷൻ ടു എ വികസിത് ഭാരത്, അതായിരുന്നു ഇതിൻ്റെ തീം. ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് ജാനുവരി 10-ആണ്. ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത് ജാനുവരി 10-ആണ്. അടുത്തിടെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്ന പദവിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട വ്യക്തിയാണ് ഷെയ്ഖ് മുജീബ് റഹ്മാൻ ബംഗബന്ധു. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടത് മേജർ സിയാവൂർ റഹ്മാനാണ്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായി അടുത്തിടെ പ്രഖ്യാപിക്കപ്പെട്ടത് മേജർ സിയാവൂർ റഹ്മാൻ. അടുത്തിടെ ചൈനയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരിലാണ്. ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് HMPV എന്നാണ് ഈ വൈറസ് അറിയപ്പെടുന്നത്. ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് ബാംഗ്ലൂരുവിലാണ്. അടുക്കള നവീകരിക്കുവാൻ 75,000 രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഈസി കിച്ചൺ പദ്ധതി. അടുക്കള നവീകരിക്കുവാൻ 75,000 രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന പദ്ധതിയുടെ പേരാണ് ഈസി കിച്ചൺ പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടാണ് ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം. ഇത് ഇൻഡോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടാണ് ദേവി അഹല്യാഭായ് ഹോൾക്കർ വിമാനത്താവളം. ഇത് ഇൻഡോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിമാനത്താവളങ്ങളിൽ സൗജന്യ വൈഫൈ ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് എയർ ഇന്ത്യയാണ്. വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ സംവിധാനം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് എയർ ഇന്ത്യയാണ്. ഡിസ്നിലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് അതിരപ്പള്ളി. ഡിസ്നിലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കുവാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് അതിരപ്പള്ളി. 2025 200ാമത് ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരള നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. 2025 200ാമത് ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന കേരളത്തിലെ നവോത്ഥാന നായകനാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ലാഹോറാണ് ഒന്നാമതെത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ലാഹോറാണ്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ചപ്പരിമിതിയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് മിഴി.
ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് മിഴി. ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് വിതുൽ കുമാർ. കേന്ദ്ര റിസർവ് പോലീസ് ഫോഴ്സിന്റെ പുതിയ മേധാവിയായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് വിതുൽ കുമാർ. അടുത്തിടെ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവറുടെ പേരാണ് സിസ്റ്റർ ഫ്രാൻസിസ്. സിസ്റ്റർ ഫ്രാൻസിസ് ആണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ആംബുലൻസ് ഡ്രൈവർ. 74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിനെ ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിലെ ഭാവനഗറിലാണ് 74ാമത് സീനിയർ ദേശീയ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുന്നത്. കേരളത്തിൻ്റെ പുതിയ ഗവർണറായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. കേരളത്തിൻ്റെ പുതിയ ഗവർണറായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. കേരളത്തിൻ്റെ 23ാമത് ഗവർണറാണ് ഇദ്ദേഹം. 2024 ഹരിവരാസര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 2024 ഹരിവരാസരം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിക്കാണ്. 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് പശ്ചിമ ബംഗാളാണ്. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് പശ്ചിമ ബംഗാൾ കിരീടം നേടിയത്. വേദി ഹൈദരാബാദായിരുന്നു. 78ാമത് സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പശ്ചിമ ബംഗാളാണ് കിരീടം നേടിയത്. ഫൈനലിൽ കേരളത്തെ പരാജയപ്പെടുത്തിയാണ് പശ്ചിമ ബംഗാൾ കിരീടം നേടിയത്. ഹൈദരാബാദിൽ വെച്ചായിരുന്നു ഫൈനൽ നടന്നത്. 2025 അന്തരിച്ച മുൻ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ വ്യക്തിയാണ് എസ് ജയചന്ദ്രൻ നായർ. 2024 ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരമാണ് കൊനേരു ഹംപി. 2024 ഫിഡെ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാവായ ഇന്ത്യൻ താരമാണ് കൊനേരു ഹംപി. പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യമാണ് കിരിബാത്തി ദ്വീപ്. കിരിബാത്തി ദ്വീപാണ് പുതുവർഷത്തെ സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം. കാരണം നമ്മുടെ ഈ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് കിരിബാത്തി ദ്വീപ്. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കേരളത്തിൽ ആദ്യമായിട്ട് സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത്. 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയുടെ പേരാണ് KS മണിലാൽ. 2025 ജനുവരിയിൽ അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ വ്യക്തിയുടെ പേരാണ് KS മണിലാൽ. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ച് 17ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് KS മണിലാൽ. 17ാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് KS മണിലാൽ. ലോക ബ്രെയിൽ ദിനമായി ആചരിക്കുന്നത് ജാനുവരി 4 ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നത് ജാനുവരി 4. ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കന്യാകുമാരിയിലാണ്. വിവേകാനന്ദ പാറയെയും തിരുവള്ളുവർ പ്രതിമയെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇത്. ഇന്ത്യയിലെ ആദ്യത്തെ കടലിന് മുകളിലൂടെയുള്ള ഗ്ലാസ് പാലം നിർമ്മിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ്. വിവേകാനന്ദ പാറയെയും തിരുവള്ളുവർ പ്രതിമയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇത്. അടുത്തിടെ അന്തരിച്ച അമേരിക്കയുടെ മുൻ പ്രസിഡന്റിൻ്റെ പേരാണ് ജിമ്മി കാർട്ടർ. 2025 ജനുവരിയിൽ നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയാണ് തിരുവനന്തപുരം. 2025 ജനുവരിയിൽ നടക്കുന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയാണ് തിരുവനന്തപുരം. കലോത്സവത്തിൻ്റെ പ്രധാന വേദിയുടെ പേരാണ് MT നീള എന്നത്. കലോത്സവത്തിൻ്റെ പ്രധാന വേദിയുടെ പേരാണ് MT നീള. 2025 ആചരിക്കപ്പെടുന്നത് സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷമായിട്ടാണ് ആചരിക്കപ്പെടുന്നത്. 2025 ആചരിക്കപ്പെടുന്നത് സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷമായിട്ടാണ് ആചരിക്കപ്പെടുന്നത്. അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ആചരിക്കപ്പെടുന്നതും 2025 ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷമായിട്ടും ആചരിക്കുന്നത് 2025. ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമായിട്ട് ആചരിക്കുന്നതും 2025. ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷമായിട്ടും
ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അന്താരാഷ്ട്ര വർഷമായിട്ടും അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ടും സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അന്താരാഷ്ട്ര വർഷമായിട്ടും ആചരിക്കുന്നത് 2025 പ്രധാനപ്പെട്ട ഈ 4 വിഷയങ്ങളുടെ വർഷമായിട്ടാണ് 2025 ആചരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് കെ ഷാജു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് കെ ഷാജു. ഇന്ത്യയിലെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമമാണ് ഗുജറാത്തിലെ മസാലി. ഇന്ത്യയിലെ ആദ്യ സോളാർ അതിർത്തി ഗ്രാമമാണ് മസാലി. ചഷ്മ 5 എന്ന ആണവ നിലയം നിലവിൽ വരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ചഷ്മ 5 എന്ന ആണവ നിലയം നിലവിൽ വരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ന്യൂഡൽഹിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുന്ന പദ്ധതിയുടെ പേരാണ് കെ സ്മാർട്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാകുന്ന പദ്ധതിയുടെ പേരാണ് കെ സ്മാർട്ട്. 2024 നടന്ന അണ്ടർ 19 വനിതാ ഏഷ്യാകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. 2024 നടന്ന അണ്ടർ 19 വനിതാ ഏഷ്യാകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. 2024 നടന്ന അണ്ടർ 19 വനിതാ ഏഷ്യാകപ്പിൽ കിരീടം നേടിയത് ഇന്ത്യയാണ്. ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടിയത്. 2025 ജനുവരിയിലെ സുപ്രധാനമായ ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്